അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എമർജൻസ് ഓഫ് ഒപ്പോസിഷൻ എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ആരംഭം അല്ലെങ്കിൽ അവരുടെ കടന്നുവരവ് എങ്ങനെയാണ് എന്നാണ് പഠിക്കേണ്ടത്. എമർജൻസ് ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം ഒരു കോട്ടുണ്ട്. ആ കോട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോട്ട് ഇങ്ങനെയാണ്: ഇഫ് ദർ ഈസ് നോ ഒപ്പോസിഷൻ ദർ ഈസ് നോ ഡെമോക്രസി. പ്രസിദ്ധമായ ആശയം മുന്നോട്ട് വെച്ചത് ഐവർ ജെന്നിങ്സ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. ഐവർ ജെന്നിങ്സ് സേസ് ദാറ്റ് വിത്തൗട്ട് ഒപ്പോസിഷൻ ദർ ഈസ് നോ ഡെമോക്രസി. പ്രതിപക്ഷമില്ലെങ്കിൽ എന്തില്ല, ജനാധിപത്യമില്ല എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. ഫ്രം ദി ബിഗിനിങ് ഒപ്പോസിഷൻ പാർട്ടീസ് വെയർ വെരി ആക്റ്റീവ് ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ്. ആരംഭത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായ പ്രവർത്തനമാണ് കൈവരിച്ചിരുന്നത്. ആൻഡ് ദീസ് ഒപ്പോസിഷൻ പാർട്ടീസ് ഹാവ് ഡിഫറെന്റ് ഐഡിയോളജീസ് ആൻഡ് പ്രോഗ്രാം. ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം തന്നെ അവരുടേതായിട്ടുള്ള എന്തുണ്ട്, പ്രവർത്തന ശൈലിയുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്, രീതികളുണ്ട്. And most of these parties were formed before the first general election. ഈ പ്രതിപക്ഷ പാർട്ടികളിൽ അധികവും തന്നെ രൂപം കണ്ടത് നമ്മുടെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ പാർട്ടികൾ രൂപം കൊണ്ടവയായിരുന്നു. But the electoral performance of these opposition parties become very weak because of the multiplicity of opposition parties and the less experience of opposition parties. പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ പക്ഷേ മെച്ചപ്പെട്ട പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രബല ശക്തിയോട് മത്സരിക്കേണ്ടത് കുഞ്ഞു കുഞ്ഞു പ്രതിപക്ഷ പാർട്ടികളാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് തിരഞ്ഞെടുപ്പിൽ അർഹമായ സീറ്റുകളൊന്നും ലഭിച്ചില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിലകൾ നമ്മൾ പരീക്ഷിക്കുമ്പോഴത്തേക്കും 45% വോട്ട് കിട്ടിയ കോൺഗ്രസിന് സീറ്റുകളുടെ എണ്ണത്തിൽ ഏകദേശം 75% സീറ്റുകൾ കിട്ടി. 55% വോട്ട് പ്രതിപക്ഷത്തിന്റെ പോക്കറ്റിലാണ് വീണേക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണം ഏകദേശം 100 സീറ്റേ ഉള്ളൂ. പക്ഷേ 45% വോട്ട് കിട്ടിയ കോൺഗ്രസിന് കൂടുതലും കിട്ടിയതിന്റെ കാരണം ഇതാണ്: അവരുടെ ലെസ് എക്സ്പീരിയൻസ് ആണ്, അവരുടെ പരിചയസമ്പന്നത ഇല്ലായ്മയാണ്, ആൻഡ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. പ്രതിപക്ഷ പാർട്ടികളുടെ എണ്ണം കൂടുതലുമാണ് അതിന്റെ കാരണം. Most of the present non-Congress parties were formed from one of the opposition parties of 1950s. നമ്മൾ ഇന്ന് കാണുന്ന കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളിൽ അധികവും എന്ത് ചെയ്യുന്നു, രൂപം കൊണ്ടത് 1950കളിൽ രൂപം കൊണ്ട പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണ് ഇന്ന് കാണുന്ന പ്രതിപക്ഷ പാർട്ടികളെയും നമുക്ക് കാണാൻ കഴിയുന്നത്. And these opposition parties are always criticizing the policies and programs of Congress government. So these criticism kept the ruling party under check. പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും എന്ത് ചെയ്തിരുന്നു, ഭരണപക്ഷത്തെ അതായത് കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിരുന്നു. അവരുടെ ഇത്തരത്തിലുള്ള ശക്തമായ വിമർശനം കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ സജീവമായി ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നതിന് സഹായിച്ചു. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നതിന് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തനം സഹായിക്കുകയുണ്ടായി. The opposition parties were contributed too many talented leaders in Indian politics. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ചാണക്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രബലന്മാരായ പല നേതാക്കന്മാരെയും സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടിക്ക് ആയിരുന്നു. നെഹ്റു ഗവൺമെന്റ് ഫോളോഡ് ദ പോളിസി ഓഫ് എൻകറേജിംഗ് ഒപ്പോസിഷൻ പാർട്ടീസ്. പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കുന്ന ഒരു നയമാണ് നെഹ്റു ഗവൺമെന്റ് കൈക്കൊണ്ടിരുന്നത്. And the interim government include the opposition leaders like Dr. Shyama Prasad Mukherjee, Dr. B.R. Ambedkar, etc. നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഇടക്കാല ഗവൺമെന്റിൽ ശ്യാമപ്രസാദ് മുഖർജിയും അതോടൊപ്പം തന്നെ ഡോക്ടർ B.R. അംബേദ്കറും ഒക്കെ പോലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, പ്രതിപക്ഷ ബഹുമാനത്തെയാണ് കാണിക്കുന്നത്. ആൻഡ് ദീസ് ലീഡേഴ്സ് മെയിൻറ്റെയിൻ എ മ്യൂച്വൽ റെസ്പെക്ട് അമംഗ് ഈച്ച് അതർ. ഈ നേതാക്കന്മാർക്കിടയിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെ നേതാക്കന്മാർക്ക് ഇടയിൽ നിലനിന്നിരുന്നു. ആൻഡ് അവരെന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിളിനെ നെഹ്റു വളരെയേറെ മാനിക്കുന്നുണ്ട്. വിത്തൗട്ട് ഒപ്പോസിഷൻ ദർ ഈസ് നോ ഡെമോക്രസി എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിനെ നെഹ്റു മാനിക്കുന്നുണ്ട്. പ്രതിപക്ഷമില്ലാതെ എന്തില്ല, ജനാധിപത്യമില്ല എന്നുള്ള. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളെ നെഹ്റു വളരെ കരുതലോടുകൂടിയാണ് കണ്ടിരുന്നത്. ആഫ്റ്റർ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ Nehru invited socialist leader Jayaprakash Narayan to join his cabinet. ആദ്യ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം നെഹ്റു എന്ത് ചെയ്തിരുന്നു, ഗവൺമെന്റ് രൂപീകരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലേക്ക് സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണനെ
ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇൻക്ലൂസീവ് നേച്ചർ ഓഫ് കോൺഗ്രസ് ആണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള കോൺഗ്രസിന്റെ ആ സ്വഭാവത്തെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. Laterly, the political competition between the leaders and the parties become increased, and the personal relationship between the leaders also destroyed. പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ കിടമത്സരം വളരെ ശക്തമാവുകയും ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കിടയിലെ സൗഹൃദം അപ്രസക്തമാകുന്നതുമായ കാഴ്ചയാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിൽക്കാലത്ത് കണ്ടത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് നെഹ്റു, എബിലിറ്റി ഓഫ് കോൺഗ്രസ് ടു അക്കോമഡേറ്റ് all interests and aspirations for power become steadily decline, and the Congress dominance became ended. എന്ത് ചെയ്തു? നെഹ്റുവിന്റെ മരണത്തിന് ശേഷം വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾക്കൊള്ളാനുള്ള കോൺഗ്രസിന്റെ കഴിവ് കുറഞ്ഞു വരികയും എന്ത് ചെയ്തു? കോൺഗ്രസ് ആധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അടുത്തത് കമ്മ്യൂണിസ്റ്റ് വിക്ടറി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് വിജയിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദി ഇലക്ഷൻ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1957, കോൺഗ്രസ് പാർട്ടി വാസ് മിസറബിളി ഡിഫീറ്റഡ്. 1957 കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു? സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? പരാജയപ്പെടുകയാണ് ചെയ്തത്. Out of the 126 seats, Communist Party get 60 seats in the Kerala Legislative Assembly. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് ചെയ്തു? 126 സീറ്റിൽ 60 സീറ്റ് കേരളത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. വിത്ത് ദ സപ്പോർട്ട് ഓഫ് 5 ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ഗവൺമെന്റ്. 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കൂടി സഹായത്തോടു കൂടി എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് സ്ഥാപിച്ചു. എ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി കം ടു പവർ ഇൻ കേരള അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് EMS നമ്പൂതിരിപ്പാട്. അങ്ങനെ എന്ത് ചെയ്തു? കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലൂടെ എന്ത് ചെയ്തു? കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിലൂടെ EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വന്നു. കേരളത്തിലെ 1957 ആദ്യ തെരഞ്ഞെടുപ്പിലൂടെ എന്ത് ചെയ്തു? കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുകയും EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ സ്ഥാപിതമാവുകയും ചെയ്തു. ആദ്യ തെരഞ്ഞെടുപ്പില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 60 സീറ്റും 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടും കൂടിയാണ് എന്ത് ചെയ്തത്? അർഹമായ സീറ്റ് നില കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കിയത്. ഇത് ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പരീക്ഷണമാണ്. ജനാധിപത്യത്തിലൂടെ രൂപം കൊണ്ട ലോകത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് കേരളത്തിൽ നിലവിൽ വന്നത്. On 31st July 1959, central government dismissed the first Kerala ministry under Article 356. 1959 ജൂലൈ 31 കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളത്തിലെ മന്ത്രിസഭയെ എന്ത് ചെയ്തു? പിരിച്ചുവിടുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി 356 വകുപ്പ് പ്രകാരം ഒരു സംസ്ഥാനത്തിനെ പുറത്താക്കുന്നത് കേരള നിയമസഭയെയാണ് പുറത്താക്കുന്നത്. ആദ്യമായി 356 വകുപ്പ് പ്രയോഗിക്കുന്നത് കേരളത്തിലല്ല. ആദ്യമായി 356 വകുപ്പ് പ്രയോഗിച്ചത് ബീഹാറിലാണ്. പക്ഷെ എന്ത് ചെയ്തില്ല? അവിടുത്തെ ഗവൺമെന്റിനെ പുറത്താക്കിയില്ല. കേരളത്തിലെ EMS ഗവൺമെന്റാണ് ആദ്യമായി 386 വകുപ്പ് അനുസരിച്ച് പുറത്താക്കുന്നത്. നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സോ മെനി സോഷ്യലിസ്റ്റ് പാർട്ടീസ് വെർ ഫോംഡ് ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് സോഷ്യലിസ്റ്റ് ആശയമുള്ള പാർട്ടികൾ രൂപപ്പെടുകയുണ്ടായി. But the first socialist party was formed before the pre-independent period. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ആണ് എന്ത് ചെയ്ത് ആദ്യത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. The Socialist Party was formed in 1934 under the leadership of Acharya Narendra Dev in a meeting held at Patna. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്ന 1934 ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിൽ പാറ്റ്നയിൽ ചേർന്ന സമ്മേളനത്തിലൂടെയാണ് എന്ത് രൂപം കൊണ്ടത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫങ്ഷൻ ആസ് എ ലെഫ്റ്റ് വിങ് വിത്തിൻ ദ കോൺഗ്രസ്. കോൺഗ്രസിനുള്ളിൽ ഒരു ഇടതുപക്ഷ ആശയങ്ങളുള്ളവരുടെ ചേരിയായാണ് തുടക്കത്തിൽ എന്ത് പ്രവർത്തിച്ചത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. ദ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വാണ്ടഡ് കോൺഗ്രസ് ബിക്കം ആൻ ഈഗാലിറ്റേറിയൻ ആൻഡ് റാഡിക്കൽ പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ കൂടുതൽ വിപ്ലവാത്മകവും തത്വാധിഷ്ഠിതവുമായ ഒരു പാർട്ടിയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. Congress Socialist Party had its own constitution and its own Congress Socialist Party had its own constitution and its own members.
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ പ്രവർത്തന രീതികളും അതിൻ്റെതായ അംഗങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. 1948 എന്ത് ചെയ്തു? കോൺഗ്രസ് ആണെങ്കിൽ അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യുകയും കോൺഗ്രസിലെ ഇരട്ട പാർട്ടി അംഗത്വം റദ്ദാക്കുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ പെട്ടെന്ന് ഒരു സ്വതന്ത്ര പാർട്ടിയാക്കി മാറുന്നതിലേക്ക് നയിച്ച ഘടകം എന്ന് പറയുന്നത്. 1948 കോൺഗ്രസ് പാർട്ടി amend its constitution and prohibit the dual party membership. എന്ത് ചെയ്തു? ഡ്യുവൽ പാർട്ടി മെമ്പർഷിപ്പ് എന്ത് ചെയ്തു എന്ന് പറയുന്ന സംഗതി എടുത്തു കളയുകയും ചെയ്തിരുന്നു. ദിസ് ഫോഴ്സ്ഡ് ദ സോഷ്യലിസ്റ്റ് ടു ഫോം എ ന്യൂ പാർട്ടി. ഇതാണ് എന്ത് ചെയ്തത്? സോഷ്യലിസ്റ്റുകളെ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത്. The Socialist Party was contested in the election of 1952, but they faced an utter defeat. 1952 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? മത്സരമുഖത്തുണ്ടായിരുന്നു, പക്ഷെ അതിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു ചേർന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സെക്യൂർ ഓൺലി 12 സീറ്റ്സ് ഇൻ ലോക്സഭ. 1952 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വെറും 12 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ എത്ര സീറ്റാണ് എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടി, അതിന് 16 സീറ്റുണ്ട്. അതിനും താഴെയാണ് എന്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അല്ല ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, അതിന് 12 സീറ്റാണ് ലഭിച്ചത്. The socialists believed in democratic socialism and their aim was to establish a democratic socialist society. സോഷ്യലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എന്താണ്? ഒരു ജനാധിപത്യ സോഷ്യലിസം കൊണ്ടുവരികയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ജനാധിപത്യ സോഷ്യലിസം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. The socialists are regularly criticizing the policies of Congress for supporting the landlords and industrialists and for ignoring the peasants. കോൺഗ്രസിനെ എപ്പോഴും സോഷ്യലിസ്റ്റ് പാർട്ടി വിമർശിച്ചുകൊണ്ടേയിരുന്നു. കാരണം അവരെപ്പോഴും എന്ത് ചെയ്യുന്നു? വ്യവസായികളെയും അതോടൊപ്പം തന്നെ ഭൂപ്രഭുക്കന്മാരെയൊക്കെ പിന്തുണയ്ക്കുകയും കർഷകരെ കൂടുതൽ ദ്രോഹിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നയങ്ങളെ സോഷ്യലിസ്റ്റ് പാർട്ടി എപ്പോഴും എന്ത് ചെയ്തിരുന്നു? വിമർശിച്ചുകൊണ്ടേ ഇരുന്നു. The Socialist Party went through several splits and reunions. This led to creation of so many socialist parties. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അടിക്കടി എന്തുണ്ടായിരുന്നു? പുതിയ പുതിയ പാർട്ടികളുടെ രൂപീകരണവും കൂടിച്ചേരലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തുടർച്ചയായി ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ടുകൊണ്ടേയിരുന്നു. The socialists faced a great dilemma in 1955 when the Congress declared its main goal was establishing socialist pattern of society. സോഷ്യലിസ്റ്റ് പാർട്ടി ഒരു വലിയ വെല്ലുവിളിയെ നേരിടുന്ന 1985-ലാണ്. കാരണം അന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ ലക്ഷ്യം സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടതായി വന്നു. കാരണം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണ് ഇനി മുതൽക്ക്. അതോടൊപ്പം തന്നെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണ്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വലിയ റിലവൻസ് ഒന്നും ഇല്ല എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വരാൻ തുടങ്ങി. സം ലീഡേഴ്സ് ലൈക്ക് രാം മനോഹർ ലോഹ്യ അഡോപ്റ്റഡ് സ്ട്രോങ് ആന്റി കോൺഗ്രസ് അപ്രോച്ച്. തീവ്രമായ കോൺഗ്രസ് വിരുദ്ധ നിലപാട് ചില നേതാക്കന്മാർ എടുത്തു. ഉദാഹരണം നമ്മുടെ രാം മനോഹർ ലോഹ്യയെ പോലുള്ള നേതാക്കന്മാർ എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ കോൺഗ്രസ് വിരുദ്ധ നിലപാട് വളരെ ശക്തമാക്കുകയുണ്ടായി. But the leaders like Ashok Mehta advocated simple cooperation with the Congress. പക്ഷേ ചെറിയ രീതിയിലുള്ള കോൺഗ്രസുമായി സഹകരണമാകാം എന്നുള്ള നിലപാടാണ് അശോക് മെഹ്തയെ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ പിൽക്കാലത്ത് കൈക്കൊണ്ടത്. This type of contradictory views lead to so many splits. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യമായ നിലപാടുകൾ പാർട്ടിയെ കൂടുതൽ എന്തിലേക്ക് മാറ്റി കൊണ്ടുപോയി? ഒരുപാട് വിഘടനത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ പാർട്ടികളുടെ രൂപം കൊള്ളലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ജയപ്രകാശ് നാരായൺ, അച്യുത് പട്വർദ്ധൻ, അശോക് മെഹ്ത, എം ജോഷി, രാം മനോഹർ ലോഹ്യ, പട്ടം താണുപിള്ള മുതലായവരാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ എന്ന് പറയുന്നത്. ഈ ഓരോ പാർട്ടിയിലെയും പ്രമുഖ നേതാക്കന്മാരുടെ പേര് വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്.